പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാനൊരുങ്ങി പാലക്കാട്. സജ്ജീകരണങ്ങളെല്ലാം അവസാന ഘട്ടത്തിൽ. നാളെ ഉച്ചയോടുകൂടി പ്രധാനമന്ത്രി പാലക്കാട് കോട്ട മൈതാനിയിൽ എത്തും. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്നും പ്രവർത്തകർ വലിയ ആവേശത്തിലാണെന്നും BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ പറഞ്ഞു. NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശം പകർന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പാലക്കാട്ടേക്ക് എത്താൻ പോവുകയാണ്. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ പാലക്കാട് അവസാന ഘട്ടത്തിലാണ്. BJPയുടെ പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ചേരുന്നുണ്ട്. അങ്ങനെ പ്രധാനമന്ത്രി പാലക്കാട്ടേക്ക് എത്തുകയാണ്. അപ്പോൾ കൂടുതൽ അത് ഊർജ്ജം പകരുമോ NDAയെ സംബന്ധിച്ചിടത്തോളം? ഒപ്പം എന്തൊക്കെയാണ് അതിൻ്റെ ഒരുക്കങ്ങൾ, എങ്ങനെയാണ് പരിപാടികൾ? തീർച്ചയായും മുഴുവൻ പാലക്കാട്ടുകാരും വലിയ സന്തോഷത്തോടുകൂടി ലോകാരാധ്യനായ ഭാരത പ്രധാനമന്ത്രിയുടെ വരവിനെ വേണ്ടി കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ്. ഇനി ഏതാനും മണിക്കൂറുകൾക്കകം ശ്രീ നരേന്ദ്രമോദിജി പാലക്കാടിൻ്റെ മണ്ണിലേക്ക് ശോഭ ചേച്ചിയുടെ വിജയത്തിനായി, കൃഷ്ണകുമാർജിയുടെ വിജയത്തിനായി, മറ്റു സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി മുഴുവൻ പാലക്കാട്ടെ 12 സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയും വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി ഭാരത പ്രധാനമന്ത്രി, വേൾഡ്സ് മോസ്റ്റ് പവർഫുൾ മാൻ, പാലക്കാടിൻ്റെ മണ്ണിലേക്ക് എത്തുകയാണ്. മുഴുവൻ പാലക്കാട്ടുകാരും വലിയ സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹത്തെ സ്വീകരിക്കുവാനായി തയ്യാറെടുക്കുന്നത്. കഴിഞ്ഞ 4 ദിവസങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ ഞങ്ങൾക്കൊരു അറിയിപ്പ് ലഭിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വരവിനെ സംബന്ധിച്ച് വളരെ ചെറിയ മണിക്കൂറുകൾ മാത്രമാണ്, ഏതാണ്ട് 70-80 മണിക്കൂറുകളാണ് ഇതിൻ്റെ മുന്നൊരുക്കത്തിന് വേണ്ടി ഞങ്ങൾക്ക് ലഭിച്ചത്. പക്ഷേ മുഴുവൻ പാർട്ടി പ്രവർത്തകരും എണ്ണയിട്ട യന്ത്രം കണക്കെ രാപ്പകലില്ലാതെ വിശ്രമമില്ലാതെ അദ്ദേഹത്തിൻ്റെ ഒരു ജനസഭ, അദ്ദേഹത്തിൻ്റെ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏതാനും മണിക്കൂറുകളുടെ കാത്തിരിപ്പിനൊടുവിൽ നമ്മളെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഭാരത പ്രധാനമന്ത്രിയെ ഒരു നോക്ക് കാണാനായി വളരെ ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ ആകാംക്ഷയോടുകൂടി, അതിശയോക്തിയോടുകൂടി അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വരവ് പാലക്കാടൻ ജനതയ്ക്ക് വലിയ ആവേശമാകും. ഈ തെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിക്കുന്നതിന് വളരെ മുന്നേ തന്നെ പാലക്കാടിൻ്റെ വികസനത്തിന് വേണ്ടി, അത് റെയിൽവേ വികസനമായാലും, ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി ആയാലും, മലമ്പുഴ ഉദ്യാന നവീകരണമായാലും, പാലക്കാട് നഗരസഭയിലെ വലിയങ്ങാടി നവീകരണത്തിനാണെങ്കിലും നഗരവൽക്കരണത്തിലാണെങ്കിലും അദ്ദേഹം കൈമെയ് മറന്ന് പാലക്കാടൻ ജനതയെ ചേർത്ത് പിടിച്ചിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടൊപ്പം ഈ പാലക്കാട്ടുകാർക്ക് ഇന്നേ വരെ സ്വപ്നത്തിൽ പോലും കാണാത്ത തരത്തിലുള്ള വലിയ വികസനം അത് നരേന്ദ്രമോദിജിയിലൂടെ പാലക്കാട് സാധ്യമാവുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. എങ്ങനെയാണ് പരിപാടിയെക്കുറിച്ചുള്ള ഷെഡ്യൂൾ? അതായത് കോട്ട മൈതാനത്താണെന്ന് അറിയാൻ കഴിയുന്നു. സമയം, അതുപോലെ തന്നെ എങ്ങനെയാണ് അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം പുരോഗമിക്കുന്നത്? 1:30 മണിയോടുകൂടി പാലക്കാട് കോട്ട മൈതാനിയിൽ പൊതുസമ്മേളനം ആരംഭിക്കും. ഏതാണ്ട് അരമണിക്കൂറിനകം അദ്ദേഹം വേദിയിലേക്ക് എത്തിച്ചേരും. അദ്ദേഹത്തിൻ്റെ വരവ് പാലക്കാട് മേഴ്സി കോളേജ് ഗ്രൗണ്ടിലെ ഹെലിപ്പാഡിലാണ് അദ്ദേഹം ഇറങ്ങുന്നത്. അതിനുശേഷം മിഷൻ സ്കൂൾ മുതൽ കോട്ട മൈതാനം വരെ റോഡ് ഷോ ആയിട്ട് അദ്ദേഹം വരുന്നുണ്ട്. അതിനുശേഷം 10,000-കണക്കിന് ആളുകൾ അണിനിരക്കുന്ന കോട്ട മൈതാനത്തെ മഹാസമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്ത് സംസാരിക്കുകയാണ്. ഈ പാലക്കാടൻ ജനത ഒന്നടങ്കം കാത്തിരിക്കുന്ന ആ നിമിഷം, അത് 1:30 മണി മുതൽ പരിപാടി ആരംഭിക്കും. 12 മണിക്ക് ശേഷം ഗ്രൗണ്ടിലേക്ക് ആളുകളുടെ എൻട്രി ഉണ്ടാവും. കോട്ട മൈതാനം നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ആ ഒരു സുന്ദര മനോഹരമായ ദൃശ്യത്തിലേക്ക് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്. അതുതന്നെയാണ്. അതിലും ക്രമീകരണങ്ങളൊക്കെ വലിയ രീതിയിൽ പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് BJPയുടെ ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ പറയുന്നത്. വലിയ സ്വീകരണം തന്നെ പാലക്കാട്ടെ മണ്ണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരുക്കാനുള്ള തീരുമാനത്തിലാണ് BJP. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.